നമസ്കാരം. ഭാരതീയൻ എന്ന് പറയുന്ന ഒരു പരമചെറ്റ, ഇവന് ഈ ഒരു ഭാഷയിലല്ല നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ വീഡിയോസ് ഒരുപാട് കുടുംബപരമായിട്ട് ഒരുപാട് ആൾക്കാർ ഇരുന്ന് കാണുന്നത് കൊണ്ടും നിങ്ങളുടെയൊക്കെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഞാൻ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും സംഖ്യകൾ കാണിക്കുന്ന കൊള്ളരുതാഴികളും ചൂണ്ടിക്കാട്ടാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഭയപ്പെടുന്നു എന്നുള്ള. ഇപ്പൊ ആദ്മി പാർട്ടിയുടെ ഒരു മന്ത്രി ഇപ്പം BJP-യിലേക്ക് പോയി നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഇവനൊക്കെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അത് ഭീരുവായിട്ടല്ല ആണുങ്ങളായിട്ട് അങ്ങ് മരിക്കാൻ ശ്രമിക്കുക. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട്, നിന്നെ തട്ടിക്കളയും, നിന്നെ തീർത്തുകളയും, നിന്നെ ഞങ്ങൾ മറ്റിടത്ത് അടയ്ക്കും, ഇവിടെ അടയ്ക്കും. അതാണ് വിധിയെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തെ? പറയാതിരിക്കാൻ പറ്റത്തില്ലോ. നിങ്ങൾ കാണിക്കുക, നിങ്ങൾ ആരെങ്കിലും നല്ലത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. യവൻ കാണിച്ചാലും ഏത് സമുദായത്തിൽപ്പെട്ടവൻ കാണിച്ചാലും തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയാനും അത് ചൂണ്ടിക്കാനായിട്ടുള്ള ആർജവം ഉള്ളതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എൻ്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മതപണ്ഡിതന്മാർ കാണിച്ചാലും കൊള്ളാം, കൊള്ളരുതാഴികയാണെങ്കിൽ അത് കൊള്ളരുതാഴിക എന്ന് തന്നെ പറയും. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാദുരന്തം അല്ലേ. ഏതാണ്ട് 10-20ഓളം ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകൾക്ക് പരിക്കുണ്ട്. ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബിസിനസ്സുകാരനായിട്ടുള്ള നമ്മുടെ യൂസഫ് അലി, അദ്ദേഹം ജാതിയും മതവും നോക്കിയൊന്നും ആർക്കും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ കുടുംബത്തിന് ഒരു ആശ്വാസം, 1 ലക്ഷം രൂപ ധനസഹായം, ഒരു 50,000 രൂപ പരിക്കേറ്റവർക്ക് അദ്ദേഹം ആ സഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുള്ള കമന്റോളികൾ മനുഷ്യന് പിറക്കാത്ത, മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകാത്ത, മറ്റേതോ ക്ഷുദ്രജീവിയിൽ ഉണ്ടായിട്ടുള്ള ചില പുഴുത്ത ജന്മങ്ങൾ വന്നിട്ട് കൊണയടിച്ച് ആ കമന്റ് ബോക്സിൽ വന്ന് അതിൽപ്പെട്ട ഒരുത്തനാണ് ഈ കാണുന്ന ഭാരതീയൻ എന്ന് പറയുന്ന ചാണകപ്പുഴുവായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട. കാരണം ഇവനെ എന്താ പറയേണ്ടത്? നമ്മുടെ അൻസാരി ഉസ്താദെ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാറുണ്ടല്ലേ. അദ്ദേഹം പല ആളുകളുടെ നിന്നും ധനസഹായമൊക്കെ മേടിച്ചിട്ടും ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട്. അത്തരത്തിൽ സഹായിച്ചിട്ടുള്ള ഒരു ഹൈന്ദവ സഹോദരി ഈ ചെറ്റയ്ക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഒന്ന് നമ്മൾ കേൾക്കണം. കാരണം ഇവനെ പോലുള്ളവനൊക്കെ ഇതാണ് അർഹിക്കുന്നത്. അവർ തന്നെ കൊടുക്കുമ്പോഴാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സംതൃപ്തിയും സമാധാനവും ലഭിക്കുന്നത്. എന്തായാലും ആ ചേച്ചി കൊടുക്കുന്ന ആ മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് കേട്ടു നോക്കിയോളൂ. നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി നീ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? അവന്റെ മാനവികത. സഹായം തേടി വരുന്നവന്റെ നിസ്സഹായാവസ്ഥയും കണ്ണീരും ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഇവന് എന്ത് മാനവികതയാണുള്ളത്? ഹലോ ഉസ്താദ്, ഞങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടേ, ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ പറയണത്. ഞങ്ങൾക്ക്, ഞാനും എൻ്റെ മോളും ആദ്യത്തെ പ്രാവശ്യം ഞാൻ തന്നെ വന്ന്, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നെങ്കിൽ എൻ്റെ കടങ്ങൾ തീർക്കാനും എൻ്റെ വീട് കഴിഞ്ഞു പോയി ഞാൻ ആത്മഹത്യ വയ്ക്കുന്നതാണ് ഉസ്താദ് എന്നെ രക്ഷിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നെടുത്തുനിന്ന് എൻ്റെ കടം വീട്ടാനും എനിക്ക് വാടക കൊടുക്കാനും എൻ്റെ ജീവൻ നിലനിർത്താൻ തന്നെ സഹായിച്ചൊരു വ്യക്തി. അതുപോലെ തന്നെ പലരെ സഹായിച്ചിട്ടുണ്ട്. വീഡിയോ കാണാറുണ്ട് ഞങ്ങൾ. ആരുടെ മുഖം കാണിച്ചുകൊണ്ട് ഉസ്താദിന് വേറെ വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയേ ഒന്നും ചെയ്തുകൊണ്ടല്ല ഞങ്ങൾക്കൊക്കെ ചെയ്തത്. ഉസ്താദ് അതുകൊണ്ട് വിഷമിക്കണ്ട. പിന്നെ അവൻ പറയുന്നത്, ഇവന്മാരെ പോലുള്ള ആളുകൾ നമ്മളൊരു സഹായം ചോദിച്ച ഉടനെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവാ? രാത്രിക്ക് വരുക, വീഡിയോ കോൾ കാണിച്ചത്, ഇതൊക്കെ പറയുന്നവന്മാരാണ് ഉസ്താദിനോട് ഈ വക ചരിത്രങ്ങൾ പറയുന്നത്. ഉസ്താദ് ഇപ്പം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാത്തൊരു കാര്യമാണ് ഈ കരുതുകൊണ്ട് ഭൂമി അതിനുള്ള വക കാണിച്ചതെന്ന് ഉസ്താദാണ്. ഉസ്താദ് അതിന് 1 രൂപ പോലും എടുത്തിട്ടില്ല. ഒരു വരുമാന മാർഗം കാണിച്ചു തന്നു ഞങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുള്ളതല്ലാതെ ഒരു അഴുക്കുകെട്ട വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഒരൊന്നും എന്നോടോ എൻ്റെ മോളോടോ പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ മോളും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ, ഞങ്ങളോട് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പലരും ഉസ്താദിനെ കുറിച്ച് പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. അറിയാമോ? ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവന്മാരെ പോലുള്ള ജൽപ്പനങ്ങളൊന്നും വകവയ്ക്കരുത്. നമുക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്താദിൻ്റെ നല്ല മനസ്സ് അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുമ്പോഴത്തേക്ക് ഉസ്താദിനും കുടുംബത്തിനും ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ ആരും ഒന്നും തന്നിട്ടില്ല. പക്ഷെ എങ്കിലും ഉണ്ടല്ല, ഞങ്ങൾക്ക് ഉസ്താദിനെ പ്രേമം ഞങ്ങൾക്ക് പിടിക്കില്ല. അവൻ ഞങ്ങളുടെ മുമ്പിലെങ്ങാനും ഇരുന്നാണ് പറയണമെങ്കിൽ എല്ലാവരും കൂടും. നമ്മുടെ ഈ മലയാളീസ് എല്ലാവരും ഇവൻ്റെ ഒന്നും ഭാഗത്ത് നിന്നൊരു സംസാരം ഇവനെ കണ്ടിട്ട് പോലും ഇല്ല. ഒരു സഹായം ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഞാനിത് ആദ്യമായിട്ട് അവനെ കാണും. ഇവനിതൊക്കെ ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നവന്മാരാണ്. ഉസ്താദ് എന്തിനാ മുഖം കാണിക്കണമെന്ന് ഇവന്മാർക്ക് ചെല്ലാനാ? ഫേസ്ബുക്കിലൂടെ ചെന്നിട്ട് നല്ലതെന്നൊക്കെ തിരഞ്ഞെടുക്കാനാ?
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആ പരനാറി പറയുന്ന ഞാനിങ്ങനെ പറഞ്ഞതിൽ ഉസ്താദ് ഇത് വിചാരിക്കരുത്. ആ പരനാറി ചെറ്റ പറഞ്ഞതിൽ ഉസ്താദ് വിഷമിക്കരുത്, ഒരു കാരണവശാലും വിഷമിക്കരുത്. ഇത് ഞാൻ ഉസ്താദ് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാനായിട്ടതല്ല കേട്ടാ, ഇത് ഞങ്ങളുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതാ. അത് എവിടെ വേണേലും ഈ വോയിസ് ഇട്ടോ, ആര് ചോദിച്ചാലും ഞാനത് അതേപോലെ പറഞ്ഞോളാം. നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഒരു സഹോദരിയുടെ ഉള്ളിൽ നിന്നുള്ള വാക്കുകളായത്. കാരണം ഈ 2-3 ദിവസമായിട്ട് ഈ ഭാരതീയൻ എന്ന് പറയുന്ന ഈ ചാണാപ്പുഴുവായിട്ടുള്ള ഈ മറ്റവൻ സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങ് പൊളയ്ക്കുക. കാരണം ഉസ്താദ് ഓരോരുത്തരെ സഹായിക്കുമ്പോൾ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഉസ്താദ് വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെ മുഖമൊന്നും ഉസ്താദ് അങ്ങനെ വീഡിയോയിൽ അങ്ങനെ റിവീൽ ചെയ്യാറില്ല. പക്ഷേ ഇത് കാണുമ്പോൾ പല ആളുകളും ഉസ്താദിനെ സഹായിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്രയം ഉണ്ടാകുന്നു. ഒരു നാരങ്ങ മിഠായി മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഈ നാറിയൊക്കെ വന്നിരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട്. പേപ്പട്ടി കുരയ്ക്കുന്നവരൊക്കെ കുരയ്ക്കുമ്പോൾ ഇതുപോലത്തെ നല്ല സഹോദരികളുണ്ടല്ലോ, അടിച്ചവൻ്റെ കണ്ണാക്കി കയറ്റി കൊടുക്കുന്ന മറുപടിയും നമ്മൾ കേൾക്കേണ്ടി വരും. ഒരുപാട് സന്തോഷം തോന്നി സഹോദരി. കാരണം നിങ്ങൾ വേണം പ്രതികരിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ അമ്മയും മകളെയും ഉസ്താദ് സഹായിക്കാൻ വേണ്ടി എത്തിയത്. കിടപ്പാടമൊന്നും ഇല്ലാത്ത, വേറെ ആരും ഇല്ലാത്ത, ആശ്രയമില്ലാത്ത ഒരമ്മയും മകളും. അവരെ ഉസ്താദ് ഏറ്റെടുത്തു. ഉസ്താദിന്റെ വാക്ക് കേട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ആ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിച്ചു. അതിൻ്റെ പേരിൽ ഉസ്താദ് കേട്ടിട്ടുള്ള പഴിയാണ് ഇപ്പം നിങ്ങൾ കേട്ട ഈ ചാണക വേട്ടാവളിയൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴത്തേക്ക് ലെവൻ്റെയൊക്കെ തലതൊട്ടപ്പൻ പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരിക. നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ സമയവും പാഴാക്കാതെ നിങ്ങൾ വേറെ വല്ല പണിക്ക് പോകാനാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതായത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടാനൊന്നും ഇവന്മാർ രക്തം ചിന്താനൊന്നും ഇവന്മാരെ കിട്ടിയിട്ടില്ല. അവനാണ് ഭാരതീയൻ എന്ന ടൈറ്റിൽ ഇട്ടുകൊണ്ട് വന്നിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണയടിക്കുന്നത്. എടാ, ഉസ്താദിന്റെ പേര് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്ത് യോഗ്യതയുള്ള? നീ ഒരാൾക്കൊരു നാരങ്ങ മിഠായി മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ആരെങ്കിലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമോ? പറയത്തില്ല. കാരണം എന്താ പറയുക, സംഘി എന്ന് പറയുന്ന ഈ ചാണക നാറികളുണ്ടല്ലോ, മനുഷ്യന് വില കൽപ്പിക്കാത്തവരാ. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലേ, ബീഫിന്റെ പേരിലും കളറിന്റെ പേരിലും ജാതിയുടെ പേരിലും എത്രയോ പാവങ്ങളായിട്ടുള്ള നിരപരാധികളെ ചുട്ടുകൊല്ലുകയും തല്ലിക്കൊന്നവന്റെ ഒക്കെ പാരമ്പര്യത്തിൽപ്പെട്ടവനല്ലടാ നീ. നീ മലയാളികൾക്ക് അപമാനമാണ്. നീ കേരളത്തിൽ ജനിച്ചു എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ പുച്ഛിച്ച് തല താത്തുന്നു. നിന്നപ്പോലുള്ള പുഴുത്ത ജീവികൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനേ അല്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി കൊടുത്ത മറുപടി അതെനിക്ക് ഒരുപാട് ബോധിച്ചു, ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും നിങ്ങളെപ്പോലുള്ള 100 കണക്കിനല്ല 10,000 ആളുകൾ വന്നിട്ട് ഒരു ആശ്രയം ചോദിച്ചാലും ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കും. കാരണം ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അതാണെന്നേ. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ ചുറ്റുപാടുമുള്ള 40 വീടുകൾ നീ അന്വേഷിക്കണമെന്നാ. അവിടെ ജാതിയും മതവും തെരഞ്ഞ് അന്വേഷിക്കാനല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. വയറ് വിശന്ന് കിടക്കുന്ന ആരുണ്ടെങ്കിലും നീ വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആ ഒരു സമുദായത്തിൽപ്പെട്ടവരാടാ. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും. നീയൊക്കെ അവിടെ കിടന്ന് കുരച്ചോണ്ടിരിക്കും. നിനക്കൊക്കെ ഇതുപോലെ സഹോദരികൾ വന്നിട്ട് മറുപടിയും തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവനെ പോലുള്ളവരെയൊക്കെ ഒന്ന് കരുതി വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.